അജയുടെ കല്യാണം തിങ്കളാഴ്ച. ആ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നീ എന്തൊക്കെ ചെയ്തിപ്പോ അജയുടെ കല്യാണം? നമ്മൾ ഡാൻസ് പഠിച്ചു. പിന്നെ ഉള്ള പരിപാടിക്ക് വന്ന് വണ്ടി സെറ്റാണ്. വണ്ടി സെറ്റാക്കി. ഇനിയിപ്പോ വേറെ എന്താ മേക്കപ്പ് ഒക്കെ ചെയ്ത് മര്യാദ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു പരിപാടിക്കും. ടിക്കറ്റും തരാൻ ചായ കുടിക്കാൻ by the water, under the willow, sits a lone ranger minding the willow. He and his wife once lived happily, planted a seed that grew through the reeds. Summers and winters, through snowy Decembers, sat by the water, close to the embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day? Mr. and Mrs. dreamed of a willow, carving their names into the willow. If he had spoken, love would return, spoken inside, too soft to be heard. Summers and winters, through snowy Decembers, sat by the water, remembering embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day? Somewhere the timing will all come together. The mishaps will turn into sunny Decembers. The lovers will be able to find their willow. I wouldn't leave you, I would hold you when the last day comes. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day?
നാമത്തിൽ ആമേൻ. മർത്തോ മന്നയാകുന്നു തുടങ്ങുന്നു നന്നായി വരണമേന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉന്നതരുന്നവേണം. കർമ്മേശമായവരെല്ലാരും കൂടിയിട്ട് വരുത്തി തരണം. ആലാപമായേനുമങ്കൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മറിയമേ, നിനക്ക് സുസ്ഥിരത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആത്മാവിന് സ്തുതി. സങ്കീർത്തനം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്റെ വേടന്റെ കീഴിൽ നിന്നും മഹാമാരിൽ നിന്നും രക്ഷിക്കും. തന്റെ തുവൽ കൊണ്ട് അവിടെ നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചുരലിന്റെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തവും നിനക്ക് കവിജവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയിൽ പാൽപ്പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നടിച്ചിരിക്കുന്ന വിനാശത്തെ നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങൾ ആരെങ്കിലും മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നീ വാസമർപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. അതിനകത്ത് നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടായിരിക്കാൻ അവർ നിന്നെ കൈയിൽ വഹിച്ചോളും. സിംഹത്തിനെ അണലിയുടെ മേൽ നീ ചോട്ട് നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചോട്ടി മതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിന് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതോട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലും. അവന്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സാനിക്ക് ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say,
always doubted you. So many moments I've seen you still come through. When it looked hopeless, you said I'm not done. And looking back, I see what I've become. I am a living proof there's a God that's real. I am a living proof that your hand still sing along. It's like a river wild and free. 'Cause I could do anything if you're with me. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. It's like a sunrise at a sea. Oh, when I wake, you're all I need. It's like I'm dreaming fast asleep. 'Cause I found a love. മരിയമ്മയുടെയും ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളും സാക്ഷികളുമാണ്. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്കുള്ള ആദ്യപടിയായിട്ടുള്ള വിവാഹ വാഗ്ദാനങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു പരസ്പരം ഏറ്റു പറയുകയാണ്. ഈക്വലായിട്ട് സംഘത്തിനായുള്ള വിവാഹ വാഗ്ദാന ചടങ്ങ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വിവാഹത്തിന്റെ അടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് ഒരു കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ഒരു സ്ഥിരമാണ് സ്നേഹം പങ്കുവെച്ച് പരസ്പരം ഒന്നുചേർന്ന് ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് പങ്കാളികളാകുമ്പോൾ അവിടുത്തെ ക്ഷണം സ്വീകരിച്ച ഈ യുവതിവാഹനം ഇപ്പോൾ വിവാഹവാഗ്ദാനം നടത്താൻ പോവുകയാണ്. സകല സൗഭാഗ്യങ്ങളുടെ ആദ്യ കുടുംബത്തിലെ ചിത്രവും ഇപ്പോഴേ ഉണ്ടാകും. ഇവരുടെ ആശയങ്ങളും പ്രത്യാശകളും സൗകര്യപ്പെടുത്തി ഈ വിവാഹ
ദരിദ്രാകാശത്തോമനെ കർത്താവിനെ തേടുന്നവർക്കോ നമ്മൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നവോ അകൃതികളിൽ നിന്നാകുന്ന നല്ല ദൈവം സമാധാനം നേടി അതിനെ പിന്തുടരുകയും ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കുകത്താവേ വാദവാഗ്ദാനത്തിനായി ഇടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. പാടിടവിൻ, സർവരും ഒന്നായി പാടിടവിൻ. എന്നെന്നും ജീവിക്ക സർവേശ്വരനെ വാഴ്ത്തിടവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായികവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, തോബീത്തിന്റെ പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 12 മുതൽ 13 വായിക്കാൻ. കർത്താവ് എല്ലാത്തരം അധർമ്മികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെയെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദരിദ്രത്തിൻ്റെ മാതാവ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ ശിഹായെ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷ അധ്യായം 15:9 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോ മിശിഹായിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട വൈദികരെ,
സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് മനസ്സമ്മതം പറഞ്ഞുകൊണ്ട് വിവാഹബന്ധത്തിനായിട്ട് ഒരുങ്ങാൻ പോകുന്ന നെൽബിൻ മരിയാമോൾ, നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നതിന് കാരണം നമ്മുടെ പ്രിയപ്പെട്ട നെൽബിൻ്റെയും മരിയാമോളുടെയും വിവാഹത്തിന് ഒരുക്കമായി അവരുടെ പരസ്പരമുള്ള സമ്മതം നമ്മുടെ മുമ്പാകെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന ദമ്പതിമാരായിട്ടുള്ള വ്യക്തികൾക്കറിയാം, ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അത് ഇന്നത്തെ സുവിശേഷത്തിലും ലേഖനത്തിലും എല്ലാം നാം കേട്ടതാണ്. എന്തായിരിക്കും അത്? സ്നേഹം. പരസ്പരമുള്ള സ്നേഹമാണ് നമ്മുടെ ഏത് ജീവിതമായിക്കൊള്ളട്ടെ അതിനെ നിലനിർത്തുന്നത്. അതെ, ആ സ്നേഹത്തെക്കുറിച്ചുള്ള, ആ സ്നേഹത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് ഇന്ന് മുതൽ, അല്ലെങ്കിൽ കല്യാണം കഴിയുന്നത് മുതൽ നിങ്ങൾ നടത്തേണ്ടത്. അങ്ങനെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം, പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിൻ്റെ മാതൃക എന്ന വണ്ണത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അധികമൊന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ അവസരത്തിൽ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാം വിശുദ്ധ പൗലോസ്ലീയ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അത് മനസ്സിൽ ഇരുത്തി നിങ്ങൾ ജീവിക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വർഗതുല്യമായി തീരും. അതെന്താണ് അതിൽ പറയുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, എന്നാൽ സ്നേഹം എന്നും നിലനിൽക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അതുവഴിയായിട്ട് ഏറ്റവും മനോഹരമായ ആ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സർവേശ്വരൻ കൃപ നൽകട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇവിടെ ആയിരിക്കുന്നവരെല്ലാവരും ഇന്നേ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനേകമായി ചൊരിയുവാൻ വേണ്ടിയും എന്നും നല്ല ദമ്പതിമാരെ പോലെ ഈ ജീവിതത്തിൽ, ഈ ഭൂമി ജീവിതം ജീവിച്ച് ചേർക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഈ മക്കൾക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം. നിങ്ങളെ പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിലാക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവമായും നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ ആശ്രയിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരുത്തരുടെയും പിതാവിനും പുത്രനും പരിസരവും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിനും ഐക്യത്തിനും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം.
ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. സാക്ഷികൾ നെൽബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച വിവാഹമെന്ന കുദാശയിലൂടെ മരിയാമോളെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. മരിയാമോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ നെൽബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികളോട് ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ സാക്ഷികൾ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ആനാവെള്ളം തളിക്കുന്നവരും വരെ പിടിച്ചുകൊണ്ടിരിക്കുക. ഉടമ്പടികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടുകൂടെ പാലിക്കുന്നവനും പാലിക്കുവാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്ത ഈ ഉടമ്പടിയെ നീ സ്വീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരെയും അവരുടെ കാരണവന്മാരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഭയെ നിർമ്മലാവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നാഥനായ മാർയോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്ട ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കാം. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനം അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റഹുവേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന ഉദാശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കന്മാരെ കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more than just a dream come true, proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for your peace to calm my heart. I waited for the call to make a new start. I waited for the grace that only you give. I waited to love,
to live and to forget. You are more than just a dream come true, a proof of what His love can do. With every breath, with all I say, I thank the Lord I waited for His day. I'll read it for this love that stands so true. I'll read it for the chance to say I do. I waited for the gift from heaven and earth. I waited for a life filled with your love. You are more than just a dream come true, proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. Smiles were shining, hearts were bright. You walked in and lit the night. In your eyes I saw God's grace, a miracle I can't replace. We laughed, we prayed, we made it through. Now here I stand and say I do. This day is more than just romance. It's heaven's gift, it's our big chance. God wrote this love line by line. In every prayer His hand was mine. We're dancing now in joy and light. Our hearts as one, it feels so right. With every step, with every song, we'll praise the Lord who made us strong. This is all I want, that the love I have for you doesn't fade along with you. Can you help with that? The reason that I ask, I've seen far too many friends walk away and not come back. I want more than that. I won't wash away like branches in rain. I'd rather be kindling in the light. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകും എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്ന കൂദാശയാണ് വിവാഹം. വിവാഹം എന്ന കൂദാശയ്ക്ക് മുൻപായി വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നേറ്റു പറയുന്ന ഏറ്റവും മനോഹരമായൊരു ചടങ്ങാണ് മനസ്സമ്മതം. അതെ, ഇന്നത്തെ നെൽവിൻ്റെയും മരിയാമോളുടെയും മനസ്സമ്മതത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഹോളിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മണവാളിനും മണവാട്ടിയും
ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഹാളിന് വെളിയിൽ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്കവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ജോസഫിന് മേരിയെ പോലെ, അബ്രഹാത്തിന് സാറയെ പോലെ, ആദത്തിന് ഹവ്വായെ പോലെ ഇന്ന് നെൽബിന് മരിയാമോൾ സ്വന്തമായിരിക്കുകയാണ്. തങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് മിശിഹായുടെ തിരുമുൻപിൽ ഏറ്റുപറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്ന മരിയാമോളെയും നെൽബിനെയും നല്ലൊരു കയ്യടിയോടുകൂടി, ഏറ്റവും സ്നേഹത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി, നല്ല സന്തോഷത്തോടുകൂടി, നല്ല ഉഗ്രൻ അടിപൊളിയായ കയ്യടിയോടുകൂടി നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ഡാൻസിന്റെ അകമ്പടിയോടുകൂടി ക്ഷണിക്കാം. ഐ വെൽക്കം the bride and groom onto the stage. നല്ലൊരു കയ്യടി കൊടുത്തേ നമ്മുടെ മരിയാമോക്കും നെൽബിനും. ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേലാലോലം തുമ്പിപ്പെണ്ണാലേ, ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? താനോരം കന്നിക്കൂറുണ്ടേ, മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണി ഒരു മിന്നാരം കണ്ടേ, സിന്ദൂരച്ചേരോടെ പോലും കണ്ടാലേ, ഒരു ബുദ്ധിമത് പോലും മുബാരക് പോലും ഉठाओ रे. ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിമാനെ കണ്ടാലമ്പും മില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോറും ഡോലുണ്ട്, ചുണ്ടോറും ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ല കക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ആകാശം വീശുന്നുണ്ടേ മേഘത്തൂവാല, പാടാനേ ഞാനില്ലേ ജില്ലം ജില്ലാല. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ഒന്നിച്ചു ജീവിച്ചു കൊള്ളാമെന്ന് മിശിഹായുടെ മുൻപാകെ സമ്മതം മൂളി എത്തിയിരിക്കുകയാണ് നമ്മുടെ മണവാളനും മണവാട്ടി. നമുക്കൊത്തിരി സ്നേഹത്തോടെ, നല്ലൊരു കയ്യടിയോടെ, ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു കയ്യടിയോടുകൂടി നമുക്കവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലോ? എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും. പോരാ, കയ്യടി പോരാ, കൊടുക്ക്, നല്ലൊരു കയ്യടി കൊടുത്തേ. ഇന്ന് ജനുവരി 10-ാം തീയതി മാതാവിൻ്റെ ദിവസം. ഇന്ന് മനസ്സമ്മതം കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന മണവാണ്ടും മണവാട്ടിയോടും ആയിട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. നെൽബിൻ, എത്ര വർഷം കാത്തിരുന്നു ഞങ്ങളുടെ മരിയാമോളെ ഇതുപോലെ സ്വന്തമാക്കാനായിട്ട്? 6 വർഷം. ഒരു നല്ല കയ്യടി കൊടുത്തേ. 6 വർഷത്തെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ആർക്കും സന്തോഷമില്ലാതെ നല്ലൊരു കയ്യടി കൊടുത്തേ.
6 വർഷം കഷ്ടപ്പെട്ട് പ്രണയിച്ച് ഇന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് മരിയാമ്മോളെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കാമെന്ന് സമ്മതം മൂളി. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു? മരിയാമ്മക്ക് എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? അപ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒന്നും കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു പരാമർശമുണ്ട്. ഇത് അങ്ങനെ വെറുതെ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചെറിയ പ്രണയകഥയല്ല, അങ്ങ് ഡൽഹി വരെ എത്തിയ പ്രണയകഥയാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് മരിയാമ്മോളെ നെൽബിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം അവരുടെ ഈ സന്തോഷത്തിൽ നമുക്കും ഇന്ന് പങ്കുചേരാം. അപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാമായ ഇവരുടെ പേരൻസ്, ഇവരുടെ സിബ്ലിങ്സ്, ഇവരെയൊക്കെ നമുക്ക് ഈ ഒരു നിമിഷം സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ഇപ്പം നമ്മുടെ മരിയാമ്മോളുടെ പേരൻസിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മരിയാമ്മോളുടെ എല്ലാമായ മരിയാമ്മോളുടെ പപ്പ ജോമി അങ്കിളിനെ നല്ലൊരു കൈയ്യടിയോടുകൂടി നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ജോമി അങ്കിൾ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ, എന്നെ ഒരു എനർജി ഇല്ലാത്തേ. ഇനി നെൽബിൻ്റെ പേരൻസായ ജോൺ അങ്കിളിനെയും സുമി ആൻറ്റീനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വെൽക്കം ജോൺ അങ്കിൾ ആൻഡ് സുമി ആൻറ്റി ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരും. നെൽബിൻ്റെ സിസ്റ്റർ നേഹയെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടിയോട് ഒത്തേക്ക്. നേഹയ്ക്ക് എനർജി പോരാ, തീരെ പോരാ. ഈ ഒരു ടൈമിൽ നമുക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും അവരുടെ പേരൻസിനെയും ഒന്ന് പരിചയപ്പെടാം. ബ്രൈഡ് മരിയാമ്മോൾ, ഗ്രൂം നെൽബിൻ, മരിയാമ്മോളുടെ പപ്പ ജോമി അങ്കിൾ. ഈ ഒരു അവസരത്തിൽ മരിയാമ്മോളുടെ മമ്മിയെയും മരിയാമ്മോളുടെ അപ്പൂനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. അവരുടെ ഫിസിക്കലി ഇല്ലെങ്കിലും അവരുടെ പ്രസൻസും അവരുടെ പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നെൽബിൻ്റെ പേരൻസ് പപ്പ ജോൺ, നെൽബിൻ്റെ മമ്മി സുമ ആൻറ്റി, നെൽബിൻ്റെ സിസ്റ്റർ നേഹ. സോ ഇത്രയും പേരുള്ള വളരെ ഒരു ഹാപ്പി ആയിട്ടൊരു ഫാമിലിയിലേക്കാണ് മരിയാമ്മോൾ കയറി ചെല്ലാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ഇവരുടെ മനസ്സമ്മതത്തിൻ്റെ പരിപാടികൾ ഒഫീഷ്യലായിട്ട് തുടങ്ങാം. കുടുംബജീവിതത്തിൽ എന്നും മനോഹരമാക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ തിരിതെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരിപാടികൾ നമുക്ക് തുടങ്ങാം. തിരിതെളിയിക്കുന്ന ചടങ്ങിനായി മരിയാമ്മോളെയും നെൽബിനെയും രണ്ടുപേരുടെയും പേരൻസിനെയും ഈ ഒരു സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നമ്മൾ തിരിതെളിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എന്നും സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ഇന്നത്തെ ഈ ഒരു സന്തോഷം നമുക്കും ഒരു മധുരമായ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്കും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. കേക്ക് കട്ടിങ്ങിനായി മണവാളിനെയും മണവാട്ടിയെയും കുടുംബാംഗങ്ങളെയും സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയമുള്ളവരെ, അതിഥികളെ ഔദ്യോഗികമായി വിരുന്നിന് ക്ഷണിക്കുന്ന ചടങ്ങാണ് വേദിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ പ്രിയപ്പെട്ട മരിയായുടെയും നെൽബിന്റെയും അമ്മാച്ചന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരുടെ വേദിയിൽ പ്രിയപ്പെട്ട മരിയയുടെ അമ്മാച്ചൻ നെൽബിന്റെ അമ്മാച്ചന്റെ കൈകൾ കഴുകിച്ച് കോഴിക്കോട് കൈമാറിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഔദ്യോഗികമായി വിരുന്നിന് ക്ഷണിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്. परदेसिया है तेरे प्यार में जब से, झनकार सी है दिल के तार में तब से। परदेसिया है तेरे प्यार में जब से, झनकार से है दिल के तार में तब से। तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में, है अनकहा जो सुन लो अगर। परदेसिया मिला है तू मुझे जब से, मैं कैद हूँ प्यार में तब से। परदेसिया है तेरी बत्तियों ने किया परेशान। परदेसिया, परदेसिया है तेरी अखियों के दिल पे निशान। परदेसिया आसान हो आगे सफर, तुम साथ मेरा चुन लो अगर। परदेसिया मिला है तू मुझे जब से, मैं कैद हूँ तेरे भी प्यार में तब से। हो तुम हो मेरी जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में, है अनकहा जो सुन लो अगर।